അങ്ങനെ ഈ വർഷത്തെ അക്കാദമി അവാർഡ് കഴിഞ്ഞു. ബെസ്റ്റ് പിക്ചറിനുള്ള അവാർഡ് എമിലിയ പിയേഴ്സ് കൊണ്ടുപോകും എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ സൈഡിൽ കൂടെ വന്നിട്ട് അനോറയെ തൂക്കി എന്നുള്ളതാണ്. 5 അവാർഡുകളാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ബെസ്റ്റ് പിക്ചറിനുള്ള അവാർഡ്, ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് മിക്കി മാഡിസന് കിട്ടുന്നു. പിന്നെ ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് ഷോൺ ബേക്കറിന്, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് എന്നുള്ള അവാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്നുള്ള അവാർഡാണ്. ഈ ഒരു സിനിമ ഇത് ഭയങ്കര ഡിസർവിങ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. കാരണം ഈ സിനിമയ്ക്ക് ഒട്ടും പ്രൊമോഷൻ ഇല്ലായിരുന്നു ഓസ്കാറിലുള്ള സമയത്ത്. സിനിമയുടെ കാര്യം സംസാരിക്കുന്ന പോലും ഇല്ലായിരുന്നു. എമിലിയ പിയേഴ്സ് ഒരു സൈഡിൽ PR എന്ന് പറഞ്ഞാൽ PRന്റെ മണ്ടയ്ക്ക് PR ആയിരുന്നു ആ സിനിമയെ പറ്റിയിട്ട്. പക്ഷേ അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ആക്ടിങ്, ലീഡിങ് റോളായിട്ടുള്ള അനോറ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഇതിലുള്ള മിക്കി മാഡിസൺ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞാണ് ഇത് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് പുള്ളിക്കാരിക്ക് കിട്ടും എന്നുള്ളത്. അജാതി ആക്ടിങ് എന്ന് വെച്ചാൽ അജാതി ആക്ടിങ് ആയിരുന്നു ആ സിനിമയ്ക്ക് ചെയ്തിട്ടുള്ളത്. അവാർഡ് കിട്ടുന്ന സമയത്ത് ഷോൺ ബേക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ന് ടെറന്റീനോ വൺസ് അപ്പോൺ എ ടൈമിൽ ഈ മിക്കി മാഡിസനെ കാസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമ നടക്കില്ലായിരുന്നു. ഈ ഒരു ആക്ട്രസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമ എഴുതിയിട്ടുള്ളത്. അമ്മാതിരി ഒരു ഐറ്റം അത്രയ്ക്ക് വെൽ ഡിസർവിങ് ആയിട്ടുള്ള അവാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു രക്ഷയില്ല.